ചോദിക്കില്ല, പൂണൂല് നോക്കില്ല, നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കില്ല. അങ്ങനെ സധൈര്യം ഏത് സമയത്തും നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഏത് ക്ഷേത്രങ്ങളിലേക്കും പ്രവേശിക്കാൻ അനുവാദം കൊടുത്തത് ഈ നാട്ടിലെ RSS അല്ല. ഇതാ ഈ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ പൂർവികന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് നൽകിയ അനുവാദമാണ്. അവരുടെ ത്യാഗത്തിന്റെയും അവരുടെ നൊമ്പരത്തിന്റെയും സഹനത്തിന്റെയും സമരത്തിലൂടെയാ ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലും സർവ്വസാധാരണക്കാരന്, ഒരു പുലിയന്റെ മകന്, ഒരു പണിയന്റെ മകന് അവിടെ ചോറൂണ് നടത്താനും അവിടെ പ്രവേശിപ്പിക്കാനും അവിടെ മണിയടിക്കാനും അനുവാദം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരുടെ സമരത്തിലൂടെയാ, RSSകാരന്റെ ഔദാര്യമല്ല. ഇവിടെ ശശികല ടീച്ചർ ഉണ്ടല്ലോ, ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പേപ്പട്ടീനെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു തീരുമാനമായി അല്ലെ, ഭ്രാന്തനായിനെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഈ സാധനം അതേപോലെ തോന്നാം. പ്രസംഗം കേട്ടാൽ ഇവര് തുഞ്ചന്റെ നാട്ടിലല്ല ജനിച്ചത്, കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന ഏതോ സ്ഥലത്താണ്. ഈ ടീച്ചറുടെ പ്രസംഗം കേട്ടാണ് കാസർഗോഡ് ഫഹദ് എന്ന് പറയുന്ന 8 വയസ്സുകാരനെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതിയുടെ മൊബൈലിൽ ഈ ടീച്ചറുടെ പ്രസംഗം. എന്തുമേ ഇത് പ്രസംഗിക്കുന്നു? ആധ്യാത്മിക പ്രസംഗ പോലെ ഇതിന്റെ പ്രസംഗം, ആധ്യാത്മിക പ്രഭാഷണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നമ്മുടെ നാട്ടിലൊരു പവിത്രേട്ടനുണ്ട്, മെന്റല, ഓറിയിലും നല്ല പ്രഭാഷണം നടത്തും, ആധ്യാത്മിക പ്രഭാഷണം. ഒരു രാവിലെ മുതലേ മിന്നിപ്പീടിയിൽ വന്ന് ഒരേ തെറിയായിരിക്കും. ഏതാണ്ടൊക്കെ ടീച്ചർ അങ്ങനെയാ. ഈ ടീച്ചർ എന്താ പറയുന്നത്? ഹിന്ദുക്കളെല്ലാരും ഒന്നിക്കണം, ഹിന്ദുക്കളെല്ലാരും ഒന്നിക്കണം. ഏടാ, കേരളത്തിലേ പറയൂ അത്. ഈ ടീച്ചർ ധൈര്യമുണ്ടെങ്കിൽ ഹിന്ദുത്വത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ഗുജറാത്തിൽ പോയി അവിടെയുള്ള സോമനാഥ ക്ഷേത്രത്തിന്റെ മുൻപിൽ പോയി ഈ ടീച്ചർ പറയുക, ഹിന്ദുക്കളെല്ലാരും ഒന്നാകണം, ഹിന്ദുക്കളെ എല്ലാരും ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റണമെന്ന്. അന്നൊരു തീരുമാനമാവും. അതിന് വെടിവെച്ചു കൊന്നടിയും. എന്തെന്നറിയാം, അവിടെ ദളിതന്മാർക്ക് പ്രവേശനമില്ല. ഞാനൊക്കെ പൂണൂലിട്ടിട്ട് അങ്ങോട്ട് കയറി. അവരുടെ നൊമ്പരത്തിന്റെയും സഹനത്തിന്റെയും സമരത്തിലൂടെയാ ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലും സർവ്വസാധാരണക്കാരന്, ഒരു പുലിയന്റെ മകന്, ഒരു പണിയന്റെ മകന് അവിടെ ചോറൂണ് നടത്താനും അവിടെ പ്രവേശിപ്പിക്കാനും അവിടെ മണിയടിക്കാനും അനുവാദം കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരുടെ സമരത്തിലൂടെയാ, RSSകാരന്റെ ഔദാര്യമല്ല. ഇവിടെ ശശികല ടീച്ചർ ഉണ്ടല്ലോ, ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പേപ്പട്ടീനെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു തീരുമാനമായി അല്ലെ, ഭ്രാന്തനായിനെ കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഈ സാധനം അതേപോലെ തോന്നാം. പ്രസംഗം കേട്ടാൽ ഇവര് തുഞ്ചന്റെ നാട്ടിലല്ല ജനിച്ചത്, കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന ഏതോ സ്ഥലത്താണ്. ഈ ടീച്ചറുടെ പ്രസംഗം കേട്ടാണ് കാസർഗോഡ് ഫഹദ് എന്ന് പറയുന്ന 8 വയസ്സുകാരനെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയ പ്രതിയുടെ മൊബൈലിൽ ഈ ടീച്ചറുടെ പ്രസംഗം. എന്തുമേ ഇത് പ്രസംഗിക്കുന്നു? ആധ്യാത്മിക പ്രസംഗ പോലെ ഇതിന്റെ പ്രസംഗം, ആധ്യാത്മിക പ്രഭാഷണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നമ്മുടെ നാട്ടിലൊരു പവിത്രേട്ടനുണ്ട്, മെന്റല, ഓറിയിലും നല്ല പ്രഭാഷണം നടത്തും, ആധ്യാത്മിക പ്രഭാഷണം. ഒരു രാവിലെ മുതലേ മിന്നിപ്പീടിയിൽ വന്ന് ഒരേ തെറിയായിരിക്കും. ഏതാണ്ടൊക്കെ ടീച്ചർ അങ്ങനെയാ. ഈ ടീച്ചർ എന്താ പറയുന്നത്? ഹിന്ദുക്കളെല്ലാരും ഒന്നിക്കണം, ഹിന്ദുക്കളെല്ലാരും ഒന്നിക്കണം. ചോദിക്കില്ല, പൂണൂല് നോക്കില്ല, നിങ്ങളുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കില്ല. അങ്ങനെ സധൈര്യം ഏത് സമയത്തും നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ ഏത് ക്ഷേത്രങ്ങളിലേക്കും പ്രവേശിക്കാൻ അനുവാദം കൊടുത്തത് ഈ നാട്ടിലെ RSS അല്ല. ഇതാ
ഈ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ പൂർവികന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾക്ക് നൽകിയ അനുവാദമാണ്. അവരുടെ ത്യാഗത്തിന്റെയും